ടീച്ചർ ഞാൻ എന്റെ പിക്ചർ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തു. നമ്മള് ഓക്കെ, നല്ലൊരു ആശയമാണ് കേട്ടോ. അതിൻ്റെ കൈയും കാലും ഒക്കെ ടീച്ചറൊന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സസിൽ ഓരോ ഫിഗേഴ്സായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തരും ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ, എനിക്കൊരു 2 ദിവസം ഞാൻ തിരിച്ച് വയ്ക്കാമേ. അപ്പോൾ സൈഡിൽ ഇരുന്ന് വരച്ചിട്ട് എന്നാലും ഇത് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ശരി, ഞാൻ ഇപ്പോൾ ഈ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ, സൈഡാണ് കാണുന്നത്, നേരെ കാണാൻ ഇപ്പോൾ കാണാമല്ലോ. ഞാനിതിപ്പോൾ പ്രസീത മാം വരച്ച ചിത്രമാണ് ആദ്യം ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയണം, നമ്മൾ അടുത്ത ആഴ്ച ഒരു പിക്ചർ സ്റ്റാർട്ട് ചെയ്യണം. ഇതിപ്പോൾ A3 സൈസാണ്. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് A3 സൈസാണ്. ഈ ഒരു ചിത്രം A3 സൈസാണ്. നമ്മൾ ഇത്രയും വരയ്ക്കുമ്പോഴും നമുക്കിതിനകത്ത് കണ്ണ്, മൂക്ക്, ഫേസ് കണ്ട വളരെ ചെറുതാണ് A3 സൈസിൽ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ഡോട്ടിങ് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയാലേ നമുക്ക് ഇത്രയെങ്കിലും ഉള്ള ഫിഗർ കിട്ടും. അപ്പം നമ്മൾ ഒരു ഫിഗേഴ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാക്സിമം വലിപ്പത്തിൽ നമ്മൾ ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് സ്കെച്ചസിൽ, ഇതിപ്പം ഞാൻ എടുത്ത പേപ്പറിൻ്റെ സൈസ്, ആ പേപ്പറിൻ്റെ സൈസിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ ഫിഗറാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടുന്നത് വളരെ കുറച്ച് സ്പേസാണ്. അവിടെ മാത്രമാണ് എന്ത് ഫില്ല് ചെയ്യണോ, അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവിടെ എന്തെങ്കിലും ചെറിയ എക്യുപ്മെൻറ്റ്സ്, ചെറിയ സാധനങ്ങൾ മാത്രമായാലും മതി. അങ്ങ് ദൂരെയുള്ളതും വിദൂരതയുള്ള പെയിൻറ്റിങ്സിലാണ്, സാധാരണ റിയലിസ്റ്റിക് പെയിൻറ്റിങ്സിലാണ് അവരിയ്ക്കുന്ന സ്പേസ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കർട്ടൻസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മലയുണ്ടെങ്കിൽ മല, ജനലുണ്ടെങ്കിൽ ജനലിലൂടെ കൂടെ വിദൂര കാഴ്ചയൊക്കെ കാണണം. മ്യൂറലിൽ നമുക്ക് അത്രത്തോളം ഡീറ്റെയിൽസ് കൊടുക്കണം. ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ ഓക്കെയാണ്. അല്ല പ്ലെയിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആകാശത്ത് നിന്ന് താമര കിടക്കുമ്പോൾ കിടക്കുന്നതോ അല്ലെങ്കിൽ മേഘമോ ആകാശമോ ഒക്കെ കാണിച്ചാലും അത് ഓക്കെയാണ് കേട്ടോ. അതിനകത്ത് ചിത്രങ്ങളിൽ ഒരുപാട് വൈഡായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട. പ്രസീത മാം ഉൾപ്പെടുത്തിയതിൽ പിക്ചർ കൊണ്ടുവന്ന് എടുത്തോട്ടെ. രാജശ്രീ മാമിൻ്റെ പറയാവേ ഓരോരുത്തരുടെ ചിത്രങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഇരിക്കുന്ന പൊസിഷൻ കേട്ടോ മാം. രാജശ്രീ മാം കേൾക്കുന്നുണ്ടോ? ഉണ്ട്. രാജശ്രീ മാം അല്ല, പ്രസീത മാമാണ്. പ്രസീത മാം ജോയിൻ ചെയ്തിട്ടുണ്ട് മാം. ഞാൻ അതിൻ്റെ സ്കെച്ചസിൽ ഫേസ് ഇട്ടില്ല, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു. ഒരു മിനിറ്റ് കേട്ടോ. നാളെ ചേച്ചി ഞാൻ പിന്നെ അങ്ങ് മറന്നുപോയി ചേച്ചി, എന്നെ ഒന്ന് മെസ്സേജെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. എൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്തത് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ കയറിയപ്പോഴാണ് ഓർത്തത്. ജസ്റ്റ് ഒരു ഔട്ടർ ഇട്ടതേ ഉള്ളൂ. ഞാൻ ഒന്ന് പ്രസീത മാമിൻ്റെ ആദ്യം പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പിക്ചറായിട്ട് പറയുകയാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് വരച്ചെനിക്ക് ഫില്ലായിട്ട് ഞാൻ ഈ പിക്ചർ ഫോട്ടോസ് ഇട്ട് തരാം. ഇതൊന്ന് കാണിച്ചിട്ട് ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
ഇതിനകത്ത് ഇപ്പം കാണാമല്ലോ, മാമിന് കാണാമല്ലോ, പ്രസീത മാമിന്. ഇതിനകത്ത് എനിക്ക് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം ആ പിക്ചറിൽ കറക്റ്റ് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് കേട്ടോ, ഈ ഒരു ഭാഗം കറക്റ്റല്ല, ഞാൻ അങ്ങനെ പിന്നെ വരച്ച് തരുന്നത്. പിന്നെ ഇവിടുത്തെ, അതായത് ഇവിടെ ഉരുണ്ടുപോയി ഈ ഒരു ഭാഗമല്ലേ മാമിൻ്റെ പിക്ചറിൽ കുറച്ചൊന്ന് റൗണ്ട് ആയിപ്പോയി, അങ്ങനെ വരത്തില്ല, ഒരു വി പോലത്തെ ഒരു ഷേപ്പ് കറക്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഫിഗറിൻ്റെ വലിപ്പം ഈ ഒരു പൊസിഷനല്ല, കുറച്ചുകൂടെ ഒന്ന് ഒരു നീട്ടം കൊടുത്തു കഴിഞ്ഞാൽ, നീട്ടം ഇവിടെ മാക്സിമം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഭാഗം വന്നപ്പോൾ അവരുള്ളിൽ വന്നപ്പോൾ അതിന് കുറച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനെ ഇപ്പുറത്തോട്ടാക്കി എടുത്തിട്ട് കാല് അതിങ്ങനെ എത്തി വെക്കുന്നുണ്ട്, പാദം തൊട്ടിട്ട് മറ്റേ ഭാഗം പൊങ്ങും പോലെയാണ്. ആ ഭാഗം ഒന്ന് കറക്റ്റ് ആയിട്ട് അതൊന്ന് ഞാൻ അതിനെ അവിടെ വന്ന് കറക്റ്റ് നിലത്ത് വയ്ക്കുന്നതല്ല. ഇത് ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിലാണ്, കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഓക്കെ. അയ്യോ, മിന്നു, ഞാനിത് വേറെ ഒരു ഫോണിൽ കയറി കട്ടായിട്ട് ഇതെങ്ങനെ മൂട്ടാക്കിയത്. ആ ശരി. അപ്പം ഇത് മനസ്സിലായല്ലോ മാം. ഇനി നമുക്ക് അതിനകത്തുള്ള ഈ കൈയാണ്, ഈ കൈ ഒരു മിനിറ്റ്, ഞാൻ ആ പിക്ചറൂടെ എടുത്താൽ ഈ കൈയുടെ ഈ ഒരു പാദത്തിൻ്റെ ഇവിടെയൊക്കെ ഓക്കെ, ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഡ്രോയിങ്സ് ഭയങ്കര രസമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൈ വന്നിട്ട് ഈ ഒരു ഭാഗം ഭയങ്കര ചെറുതായിട്ട്, പാദം വന്നില്ലേ ഇവിടെ വരുന്ന ഭാഗം, ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ടൊന്ന് ചെറുതായിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. പിന്നെ അത് എന്തുവാണ് അതിനകത്ത് പിടിച്ചിട്ട് നെറ്റി ചുറ്റി പിടിച്ചിരിക്കുന്നതായിട്ടാണോ? ഞാൻ അതിനെ പൊട്ടാണല്ലോ തൊടുന്നത്, അപ്പൊ അതൊരു കമ്പില് പൊട്ട് നമ്മള് അറ്റത്ത് ആക്കിയിട്ട് തൊടുമ്പോലെ തൊടുമ്പോ അതൊരു സുഖമല്ല. ഞാൻ അതുകൊണ്ട് അവിടെ ഒരു പൂ, അതെനിക്കറിയില്ല, വേറെ ഇത് വെച്ചിട്ട് അല്ല അത് കുഴപ്പം, നല്ലൊരു ആശയാണ്. ഞാൻ അതുകൊണ്ട് അവിടെ അത് കൈ വെച്ചിട്ട് നമ്മൾ തൊടുമ്പോലെ കാണിച്ചാൽ ആ ഫേസും കൂടെ കൈ കൊണ്ട് മറിഞ്ഞു പോലെ കുറച്ച് ഭാഗം. അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷൻ ഒരു പൂ വെച്ച് അങ്ങ് വരച്ചേ. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു കൈ ഇട്ട് തരാവേ കേട്ടോ. മാം ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പിക്ചർ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പൂ ഇങ്ങനെ പിടിച്ചിരിക്കുന്നൊരു ഫീൽ, കാരണം എനിക്ക് ഒന്നേ പൊട്ട് വെച്ചിട്ട് കമ്പിടുന്ന ഒരു ഫീൽ എനിക്ക് അത് തോന്നിയില്ല. പിന്നെ നെറ്റി ചുറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു, അല്ലെങ്കിൽ സിന്ദൂരം തൊടുന്നത് അല്ലേ, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ അതെ, അത് നോക്കാം മാം, അതായത് ഇതിലോട്ട് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു പൂവാണ് അവിടെ തലയിൽ ചൂടുന്നൊരു പൂ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പൂ വെച്ച് നോക്കുന്നതോ, അങ്ങനെ അല്ലെങ്കിൽ ഹാരത്തിലെ പൂവോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കുന്നതായിട്ടുള്ള മുല്ലയൊക്കെ നമ്മൾ ചൂടാൻ നോക്കുമ്പോ ജസ്റ്റ് നോക്കും പോലെ ചെയ്യാമെന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടത്. എനിക്കത് ഒരു ഇത് നെറ്റി ചുറ്റി ചൂടുന്നതാണെന്നുണ്ട്. ഡ്രസ്സിങ്ങിൻ്റെ മാം തന്നെ ഒന്ന് നോക്കിയത് ഈ കൈയുടെ പൊസിഷനും ഒന്ന് നോക്കിയിട്ട് ഇതിലൊരു ചെറിയ വ്യത്യാസം, പെരുവിരൽ മടക്കിയിരിക്കുന്നതിൻ്റെ വന്നിരിക്കുന്നതിൻ്റെ അതൊന്നും ഞാനൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ഇട്ട് തരാം. ഈ കൈ രണ്ട് കൈയുടെ ഞാനൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ഇട്ട് തരാം കേട്ടോ. ഈ ഫോട്ടോ ഇട്ട് തരാം. ഇനി ഇതിൽ പ്ലേസിങ് കട്ടൻ വേണ്ട മാം. കട്ടനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അതൊരു ഫ്ലോ ചെയ്യുന്നൊരു ഫീലോ അങ്ങനെ വല്ല വേണം. അത് രസമാണ് ഒരു വെറൈറ്റി ആയിട്ട്. പിന്നെ ഇത് ഇരിക്കുന്ന ഒരു ടൂള് വേണമെങ്കിൽ നമുക്ക് പണ്ടത്തെ പില്ലോ പോലത്തെ റൗണ്ട് പില്ലയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കാണിക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ ഇത് ഉപയോഗിക്കുന്ന ഒരു സ്വപ്നത്തിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ ഇങ്ങനെ പറന്നു പോകുന്നതോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരിത് കാണിക്കുന്നതായിരിക്കും കുറച്ച്. അല്ലെങ്കിൽ നമുക്ക് താഴെ വെള്ളം കാണിച്ചിട്ട് അവിടെ നിന്നോ രണ്ടോ താമരകളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ചെടി ഇങ്ങനെ മരത്തിൽ പടർന്നു പോകുന്ന പോലെ കാണിച്ചിട്ട് അതിലെ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ കിടക്കും. അങ്ങനെ ഒരു
അതിങ്ങനെ ഈവനായിട്ട് കറക്റ്റ് മരത്തിൽ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല. ആ തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിന് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഡീറ്റെയിലിംഗ് വേണ്ട. ആ ഫിഗർ തന്നെ പേജ് ഫുള്ളി കവർ ചെയ്ത് പോകത്തക്ക വിധത്തിലാണ് നമ്മൾ വരയ്ക്കുന്നത്. മനസ്സിലായോ? ഒരുപാട് ഒബ്ജക്റ്റിലോട്ട് വേണം. വേണമെങ്കിൽ താഴെ മാത്രം. ഇപ്പം ഞാൻ ഈ ഒരു ഫിഗറിൽ ഞാൻ അതുകൊണ്ടാണ് വേറെ ഒന്നും നോക്കിയപ്പോൾ ഈ ഒരു ടൈപ്പ് ഫില്ല കേട്ടോ. ബാക്കിയെല്ലാം ഭയങ്കര പക്കാൻ പോലെ. ഈ ഒരു ഫിഗറിൽ ഈ ഫിഗർ രസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധ വേറെ ഒന്നിനും പോകില്ല. ഓട്ടോമാറ്റിക്കലി എവിടെയാണ് പോകുന്നത്? ഫിഗറിൽ തന്നെയാണ് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊരു മരം വന്നാൽ ഒരു കിളി വന്നാൽ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടൂടെ പോകും? ഭയങ്കര ഇതായിട്ട് പോകും. അപ്പോൾ അതുപോലെ നമുക്കൊരു മേഘം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ലീവ് കൊടുക്കാം. പിന്നെ താഴെ കുറേ സ്പേസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ലോട്ടസ് വരച്ചത്. ആദ്യം ഫിഗർ വരച്ചെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? താഴെ കുറച്ച് സ്പേസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ ലോട്ടസ് വരച്ചത്. എപ്പോഴും നമ്മളൊരു ഫിഗർ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ ഒരു ലൈറ്റ് മഞ്ഞായാലും മതിയായിരുന്നു, മഞ്ഞയിൽ ചെറിയൊരു റെഡ് ഷെയ്ഡ് ആയാലും മതിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു ഫിഗറിൻ്റെ ഡീറ്റെയിലിംഗ് സ്റ്റഡിയാണ്. ഫിഗർ കറക്റ്റ് ചെയ്ത് നിങ്ങൾ വരയ്ക്കുന്ന ഫിഗറിനെ ഞാനിപ്പം കുറേശ്ശെ കറക്റ്റ് ചെയ്ത് തരും. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് തോന്നും. അപ്പോൾ മാം ഇതിനകത്തൊന്ന് ആലോചിച്ച് നോക്കും. എന്ത് നമുക്ക് ഞാൻ അതിനകത്തൊരു വള്ളം തൊഴിയുന്ന കുറേ പിക്ചേഴ്സ് ഇട്ടിട്ടില്ലേ? ആ പിക്ചറിലൊക്കെ വന്ന പോലെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും കേട്ടോ. എന്നിട്ട് കറക്റ്റ് ചെയ്ത സ്കെച്ച് നാളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേ മാം. കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. നാളെയോ മറ്റന്നാളോ ഒക്കെ ഒന്ന് ഇട്ടാലേ നമുക്ക് വെള്ളിയാഴ്ച ട്രേസ് ചെയ്ത് അടുത്ത ശനിയാഴ്ചത്തേക്ക് നമ്മൾ എല്ലാവരും ട്രേസിങ് റെഡിയാക്കണം. അത് ബാക്കി ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയും. അപ്പം പ്രസീത മാമിന് ഓക്കെ ആയല്ലോ. ഇനി സുനിത മാമിൻ്റെ ആണേ. സുനിത മാം അതിലെ ആ ഒരു മുകൾ ഭാഗം, ആ ഒരു പൊസിഷൻ വള്ളം എന്നുള്ളത് ഞാൻ ആദ്യം ഒരു വീണയൊക്കെ എടുത്ത് നോക്കിയേ. വീണയിലെ ഗിത്താറോ അങ്ങനെ. പക്ഷേ ഗിത്താർ ഒരു നോർമൽ ഈ ഒരു ഫിഗറിന് ചേരുന്നില്ല. കാലിൻ്റെ ഒരു പൊസിഷനൊക്കെ ഒന്ന് മാറ്റി നോക്കിയേ. പിന്നെ രണ്ടാമത് ഞാൻ ജസ്റ്റ് വരച്ചിടാം. ബാക്കി കണ്ണും മുക്കൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. നിങ്ങളുടെ ഡ്രോയിങ്ങിൻ്റെ പൊസിഷൻ അറിഞ്ഞാലേ കണ്ണെങ്ങോട്ട് പോകുമെന്ന് അറിയുള്ളൂ. തല എങ്ങോട്ടാണ് ചരിച്ചിരിക്കണമെന്ന് അറിഞ്ഞാലേ ഒരു ഫൈനലായി. നിങ്ങൾ കണ്ണും മുക്കും ആരും വരയ്ക്കണ്ട കേട്ടോ. പിക്ചേഴ്സ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആ പൊസിഷനും ബോഡി അനാട്ടമി സ്ട്രക്ചർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൊസിഷൻ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? ഡ്രോയിങ്ങിൽ എവിടെയാണ് കണ്ണ് വരേണ്ടത് എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വരച്ചിടുകയാണെങ്കിൽ ആ പൊസിഷൻ അല്ലെങ്കിൽ കണ്ണ് വൃത്തികേടായിപ്പോവും. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഇടാതിരുന്നത് കേട്ടോ. വെള്ളമല്ലാതെ എന്തും ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ നോക്കിയായിരുന്നു. നമുക്ക് നോക്കാം വേറൊരു ഐഡിയയുടെ ആലോചിച്ചപ്പം. ഇതുവരെ മതി സാർ. ഇവിടെ നിന്ന് കാല് മതി കേട്ടോ. ഇവിടെ കാല് കാരണം മുട്ടിൻ്റെ അവിടെ വെച്ചാൽ എന്നെ മറ്റേ എൻ്റെ ഡ്രസ്സ്. ഇതിലെ പെരുവിരൽ ഇപ്പുറ സൈഡിലേ വരുള്ളൂ. ഇതും അങ്ങനെ അപ്പുറത്തെ കാലാണ്. കൈയൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടിട്ട് തരാം കേട്ടോ. ഇതൊന്ന് വരച്ച്. ഇത് ഞാൻ കുറച്ച് പേപ്പർ ഇങ്ങനെ പറക്കുന്ന ഒരു വ്യൂ ആണ് ഇതിനകത്ത് കാണിച്ചത്. കയ്യിൽ നിന്ന് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ പറന്നു പോകുന്നൊരു ഫീല് കേട്ടോ.
അപ്പൊ പിന്നെ സ്റ്റൂളിൽ ഇരിക്കാലോ അല്ലേ? ആ സ്റ്റൂളിലോ. ഇതിലും അങ്ങനെ തന്നെ, ബാക്ക്ഗ്രൗണ്ട് വേറെ ഒന്നും വേണ്ട, പേപ്പർ മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. വേറെ വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബുക്കോ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു വ്യൂസ്, കുട്ടികൾ പഠിച്ചിട്ട് ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഒരു ക്രോപ്പ് ടോപ്പോ അങ്ങനെ എന്തെങ്കിലും. നമ്മൾ മ്യൂറൽ ആവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂറൽ ശൈലിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് തീം എടുത്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അല്ലാതെ പോകണമെന്നില്ല. നമ്മളൊരു ഫിഗറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ഇത് ഈ കാല് കൈയൊക്കെ ഒന്ന് ഞാനൊന്ന് നേരെ നോക്കിയിട്ടേ, വ്യൂ നോക്കിയിട്ട് ഇട്ട് തരാവേ. ഈ ഒരു പിക്ചർ ഞാൻ ഇപ്പോൾ ഫോട്ടോ ഇടാം. അപ്പോൾ ഈ ഒരു തരത്തിൽ ഒത്തിരി ഇങ്ങനെ ആഭരണങ്ങളോ ഒന്നും നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താതിരിക്കുകയായിരിക്കും നല്ലത്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിൽ ഇപ്പം ഈ ബുക്ക് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിരിക്കാം, അല്ലെങ്കിൽ കയ്യിൽ പിടിക്കുന്നത് ഒരു ഓടക്കുഴലാക്കാം, അല്ലെങ്കിൽ ഒരു മൈപ്പീലി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു മൈല്, ഞാൻ ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരാശയം, കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ട്രഡീഷണൽ സ്റ്റൈലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ചെറിയൊരു ഈ ഇതുവരെയുള്ള ഡ്രസ്സും ഒക്കെ കാണിച്ചിട്ട് ഇതൊരു മൈപ്പീലിയായിട്ട് കൊടുത്ത് ഇവിടെ വേണമെങ്കിൽ ഒരു മയിലിൻ്റെ ബോഡി കാണിക്കാം. അത് നല്ല രസമാണ്, മനസ്സിലായി, കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ. അതിൻ്റെ മുടി കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ട്രഡീഷണൽ മ്യൂറലിലേക്ക് പോകും. കുറച്ചുകൂടെ ട്രഡീഷണൽ, ഇത് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റൈല്. അത് നിങ്ങൾക്ക് ഏത് വ്യൂ വേണമെങ്കിലും സെലക്ട് ചെയ്യും. ഞാൻ എടുത്തത്, പക്ഷെ നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു പച്ച കളറോ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറോ ഒക്കെ ആയിരിക്കും ബോഡിക്ക് കൊടുക്കുന്നത്. ഒരു നാച്ചുറൽ മ്യൂറൽ സ്റ്റൈൽ കളർ കേട്ടോ. ചെയ്യുന്നതും അതിനകത്ത് കൊടുക്കുന്ന ഡോട്ടുകളും ആ ഡ്രസ്സിങ്ങിൽ കൊടുക്കുന്ന സ്ട്രക്ചർ കൊടുക്കുന്ന എല്ലാം മ്യൂറൽ പാറ്റേൺസ് ആണ്. ഇനി ആശിഷയുടെയാണ്. ആശിഷയുടെ പറഞ്ഞ പോലെ തീം നല്ലതാണ്, പക്ഷെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് അങ്ങ് വിട്ടേക്കും. ആ വീശറിയും ആ തൂണും ഒക്കെ വന്നിരിക്കുന്നതൊക്കെ ഓക്കെയാണ് കേട്ടോ. അതിനകത്ത് കാലാണ് ഒട്ടും ശരിയായത്. പിന്നെ ഈ താഴേക്കുള്ള ഒരുപാട് ഫ്ലവർ വേസ് അതൊന്നും വേണ്ട. ആ പില്ലറും ഒരു ബാക്കിലൊരു ആർച്ച് പോലെ എന്തെങ്കിലും കൊടുത്ത് നമുക്കതിനെ കവർ ചെയ്യാം കേട്ടോ. ആശിഷ ഉണ്ടല്ലോ. കൈയൊക്കെ നല്ലതായിട്ട് നോക്കി സ്റ്റഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് രസമുണ്ട്, ഞാൻ മാറ്റേണ്ട ആവശ്യം. പക്ഷെ കാല് ഫുള്ളി ആ ഒരു ഭാഗം അങ്ങ് പോയി. കൈയുടെ പാദം മാത്രമാണ്, കൈയുടെ ഈ ഒരു ഭാഗം കറക്റ്റല്ല. ഇപ്പം വരയ്ക്കുന്ന ഭാഗം ഞാൻ ആദ്യം കറക്റ്റ് ചെയ്യാനുള്ള ഭാഗം പിന്നീട് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഇതിൽ ഞാൻ വരയ്ക്കാൻ തന്ന ആശിഷിക്ക് തന്നൊരു പടം ഉണ്ടല്ലോ, ആശിഷ് സെലക്ട് ചെയ്തിട്ട പടം, ആ ഫിഗർ വെച്ചാണോ ഇത് സ്കെച്ച് തയ്യാറാക്കിയത്? അല്ല, കൈക്ക് വ്യത്യാസം, കാല ആ ഒരു പൊസിഷനിൽ വരുന്നില്ല. ആ കാല ആ പൊസിഷൻ തന്നെ അങ്ങ് നോക്കി വരച്ചാൽ മതി കേട്ടോ. ഇതിലിപ്പോൾ വരച്ച് തരാം. ആ കാല് ഇവിടെ കുറച്ച് ബാക്കിങ്ങനെ തള്ളി വന്നിട്ട് ഈ കാലിങ്ങനെ നിവർന്നാണ് വരുന്നത് ഉണ്ടോ, കുറച്ചുകൂടി ഇങ്ങനെ നീണ്ടു വരും കേട്ടോ. ഇതിനകത്ത് നമുക്ക് എവിടെയാണ് നമ്മൾ ഡ്രസ്സ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതാ ഇതിനകത്ത് കറക്റ്റായിട്ട് കാല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് എന്താണ്ട് ഇപ്പോൾ ഒരു സാരിയുടെയോ അങ്ങനെ നമ്മളൊരു സാരിയുടെയാണ് കാണിച്ചത്, അതിലും നമുക്ക് കുറച്ചൊരു ഫുള്ള് ചെസ്റ്റ് കവർ ചെയ്യണ്ട കേട്ടോ. സാരിയുടെ ഒരു എൻഡാണ് ഇവിടെ കാണിച്ചിരുന്നത്, കുറച്ചൊന്ന് പറന്ന് വരുന്നുണ്ട് അതിൽ കേട്ടോ. മറ്റേ കയ്യിൽ വീശറി വരച്ചല്ലേ.
നിങ്ങളുടെ ആശയത്തെ നല്ലൊരു ഡ്രോയിങ് ഞാൻ ആക്കുന്നു കൂടെ ഒന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നൊന്നേ ഉണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും തീമുകൾ നല്ല രസമുള്ള തീമുകൾ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചപ്പോഴേ എന്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ അതിനകത്ത് വരുന്നു എന്ന് മനസ്സിലായതല്ലേ. നമ്മൾ കൈ ആ ഒരു ചെയ്ത പൊസിഷൻ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ടീച്ചർ ഇപ്പം ഇതിനകത്ത് എടുത്തിട്ടില്ല. ഇത് അകത്തോട്ടുള്ള ഇതൊക്കെ വരും, ഇനി കുറച്ചൊന്ന് മടങ്ങി വരും കേട്ടോ. അത് ഞാനൊന്ന് പ്രത്യേകിച്ച് കൈയൊക്കെ ഒന്ന് നോക്കിയിട്ടിട്ടേക്കാം കേട്ടോ. ശരി ടീച്ചർ. ഇതിവിടെ വന്ന് ഇപ്പോൾ ജസ്റ്റ് ഒരു പൊസിഷനിൽ ടേബിളോ എന്താണെങ്കിലും ഇപ്പോൾ നമ്മളൊന്ന് കാണിച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കുന്നൊരു പൊസിഷൻ. ബാക്കിൽ ജസ്റ്റ് ഒരു പില്ലർ കാണിച്ച് ഇങ്ങനെ ഒരു ആർച്ചോ വല്ലതും കാണിച്ച് പോയാൽ മതി. ബാക്കി ഇവിടെ ഒരു സാരിയുടെ ഫ്ലോയൊക്കെ വരുന്നുണ്ട്, ഒരു പില്ലറും വരുന്നുണ്ട്. വേറെ ഒന്നും കളറുകൾ അധികം കൊടുക്കരുത് കേട്ടോ, വേറെ ഡീറ്റെയിൽ ഒന്നും കൊടുക്കരുത്. താഴെ നമുക്കിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഇങ്ങനെയുള്ള ഒരു കർട്ടൻ്റെ പാറ്റോ എന്തെങ്കിലും മതി. വേറെ ഫ്രൂട്ട്സ് ബൗൾ അങ്ങനെയുള്ളതൊന്നും വേണ്ട. അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽ നമുക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഭംഗി കളയേണ്ട. ഫിഗറിൻ്റെ ടോപ്പും കാലും ഇതുവരെ വന്നു കഴിഞ്ഞാൽ പേജ് ഏകദേശം കവർ ചെയ്തു. മനസ്സിലായോ ഞാൻ പറയുന്നത്? ബാക്ക്ഗ്രൗണ്ടുകളും കൊച്ചു ഒബ്ജക്ട്സുകളൊന്നും വേണ്ട. അപ്പോൾ ആ ഫിഗറിന് കാണാൻ ഒരു പ്രത്യേകതയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രാജശ്രീ മാമിൻ്റെ തൂക്കുകെട്ടിൽ നല്ലൊരു ആശയമാണ്. ഇതിന് തൂക്കുകെട്ടിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തരും നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് തൂക്കുകെട്ടിൽ കൊടുത്താൽ രസമായിരിക്കും കേട്ടോ. അത് ഞാൻ മറ്റേ സുനിതാ മാമിന് പറഞ്ഞിട്ട് ഈ ഫിഗർ മാറ്റിയിട്ട് മാം എന്ത് ചെയ്ത് മൈപ്പീല് കൊടുത്തിട്ട് ഒരു പാറപ്പുറം കേട്ടോ, പാറപ്പുറത്തിരുന്ന് എന്താണ് മയിലടുത്തിരിക്കുന്നത്, മയിലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോ എന്തെങ്കിലും ഒരു വ്യൂ കാണിച്ചാലും അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ശീലം കാണിച്ചിട്ട് അങ്ങനെ കൊടുത്താലും മതി. അപ്പോൾ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലോട്ട് വരും കേട്ടോ. ഈ ഒരു ഇത് വിട്ടിട്ട് ഞാനത് കുറച്ചുകൂടെ സ്കെച്ച് ക്ലിയർ ആക്കി തരാവേ. ശരി. ഈ ഒരു ആംഗിൾ കൊടുത്തിട്ട് മൈപ്പീലി തന്നെ നമുക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ പറന്ന് ഫെതേഴ്സ് കിടക്കുന്നതായിട്ട് കൊടുക്കും. ഇവിടെ ഒരു നമുക്കൊരു മയിലിൻ്റെയും കൂടെ ഒരു ചെറിയ പൊസിഷൻ, ഫുള്ള് വേണ്ട, ചെറിയൊരു പൊസിഷൻ കാണിക്കാം കേട്ടോ. അപ്പം ചെയ്ത് തന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ആയിട്ടില്ല. രാജശ്രീ മാം നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പിക്ചർ തന്നെയല്ല മാം? അത് രണ്ടാമത് ചെയ്തതാണ്. ഞാൻ എന്താണ് അടുപ്പ് കത്തിക്കണത് അവിടെ തലമുടി കഴിഞ്ഞ് പോയിട്ട് കെട്ടണതായിട്ട് മാമിന് ഇട്ടിട്ടുണ്ട്. പേഴ്സണലി അതാണ് ഞാൻ രാജശ്രീ ഇതിന് ഗ്രൂപ്പിൽ നോക്കിയാണ് സെലക്ട് ചെയ്തത് മാം. എനിക്കത് ഇതിലിടാം ഗ്രൂപ്പിലല്ല ഇട്ടില്ലെങ്കിലും എനിക്ക് മറ്റേ 9495 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ മാം. 9495 99 അല്ല, മറ്റേ നമ്പറിലൊന്നും ഇട്ടോ. മറ്റേ ഫോണ് ചാർജറിൽ ഇട്ടിരിക്കുന്നു. ഷിജിന മുകളിലത്തെ ഇതില്ലേ ആ പിക്ചർ കൊള്ളാം കേട്ടോ ഷിജിന. അതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടേ ഞാനൊന്ന് പിക്ചർ ഇട്ട് തരാവേ. ആയിക്കോട്ടെ, പിക്ചർ ഇപ്പം വരയ്ക്കാം. അല്ലെ രാജശ്രീ നോക്കട്ടെ. ആയിക്കോട്ടെ. അനുപമ ഞാൻ പോയി, ഞാൻ വിളിച്ചാൽ മതി. ഒരു ക്ലാസ്സിലിരിക്കുന്നു ഞാൻ ഇതിലിട്ടാ മതി. രാജശ്രീ മാം ഇട്ടായിരുന്നോ? ഇട്ടു മാം, ഇട്ടു. നോറ ഉണ്ടല്ലോ മോളെ, നോറയുടെയും പറഞ്ഞു തരാം കേട്ടോ. നോറയുടെ നല്ല തീമാണ് ടീച്ചർ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്ത പിക്ചർ കേട്ടോ. ഫിഗറിൽ ഒരു മാറ്റവും വേണ്ട മാം. ഫിഗർ ഞാൻ ഈ പറഞ്ഞോളാം മാം. ഈ ഒരു സ്പേസ് ഇല്ലേ, അതായത് ഈ കാലിൻ്റെ സ്പേസ് വരുന്നതുണ്ടോ മാം? ഞാൻ ഈ പിക്ചറിനെ ജസ്റ്റ് ഒന്നില്ലേ ഞാൻ ഇപ്പം ക്രോപ്പ് ചെയ്തിടാം. അപ്പോൾ അത്രയും ഇതിലാണ് ഫിഗർ നമുക്ക് വരേണ്ടത്. ആ തലമുടിയില്ലേ മാം കെട്ടണ പോലെയായിരുന്നു ഞാൻ വച്ചത്. എനിക്കത് ചെയ്യാനറിയാം. അപ്പൊ അതാണ് തലമുടി അങ്ങോട്ടും ഇങ്ങോട്ടും പരയിട്ട് വെച്ചു മാം. ഈ ഒരു പൊസിഷൻ അതായത് ആ പിക്ചർ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മുകളും താഴെ അത്രയും നമ്മൾ വന്നിട്ടുണ്ട്.
ഇനി അതിനകത്ത് തലമുടി കെട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാലിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു നോർമൽ അടുപ്പ് കേട്ടോ, ഒരു അടുപ്പും ഒരു വലിയ കലവും മാത്രം, വേറെ ഒന്നും വേണ്ട. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ വേണ്ട, വേണമെങ്കിൽ ഒരു ചെറിയ വിൻഡോ കാണിക്കാം. ഒരു കട്ടുള്ള നമ്മളെ മറ്റേ ഇത് വരുന്നില്ലേ അത്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ആ തീമിൽ ഒരു സ്വപ്ന ലോകമാണ് നമ്മുടെ. അപ്പം നമ്മുടെ അതിൻ്റെ ഒബ്ജക്റ്റോ സാഹചര്യങ്ങളോ സിറ്റുവേഷൻസോ ഒന്നും കാണിക്കുന്നില്ല. ഒരു ലൈഫ് സ്റ്റൈലിലുള്ള ഒരു ലേഡിയുടെ ഒരു സ്വപ്നമാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. എല്ലാവരുടെയും ടീമുകളിൽ കൊടുത്തിരിക്കുന്നത് അതാണ്. ഇപ്പം ഞാൻ ബുക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ മൈപ്പിയിൽ വെച്ചിട്ട് പറന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം നമ്മൾ പ്രസീത മാം വരച്ചേരും കണ്ണാടി നോക്കി ഒരു ഇമാജിൻ, അവരുടെ ഒരു ഫീലാണ്. അത് ഏറ്റവും രസകരമായിട്ട് നമ്മൾ ഈ ഒരു സാധനം പൂ വയ്ക്കാനായിട്ട് നോക്കി, പക്ഷെ അത് എനിക്ക് അറിഞ്ഞൂടാ, അത് ഞാൻ വരച്ച് കലം വെച്ചു കൊടുത്തു. ആ, എവിടെ പൂ വയ്ക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. തലമുടിയില് പൂ വയ്ക്കാന്ന് വിചാരിച്ചു. മുല്ലപ്പൂ ഇങ്ങനെ കോർത്ത വള്ളിയായിട്ടുള്ളത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് കുറച്ച് പൂക്കൾ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് കാണിച്ചാലും നല്ല രസമായിരിക്കും കേട്ടോ, ഇമാജിനേഷൻ. അപ്പം നമ്മൾ ഈ ഒരു കുടില് സിറ്റുവേഷൻസ് അതിനൊക്കെ വരുമ്പോൾ ഡൾ കളേഴ്സിലോട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പോകുന്നത്. മനസ്സിലായി? ദാരിദ്ര്യം, നെഗറ്റീവ് എനർജീസാണ് നമ്മുടെ ഈ അടുപ്പ്, നോർമൽ ലൈഫ്. പണ്ടൊക്കെ ഇഷ്ടമാണ് സ്ത്രീകളുടെ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിതിപ്പം വരയ്ക്കുന്ന ഈ ഒരു പിക്ചറിൽ ഒരു ഡ്രീമി ഗേൾ എന്ന് പറയട്ടെ, ഒരു ഡ്രീമി ഫിഗറാണ്. അപ്പോൾ അതിനകത്ത് നെഗറ്റീവ് കളേഴ്സ്, നെഗറ്റീവ് എനർജീസ് അല്ല, കുറച്ച് പോസിറ്റീവ്, നമുക്ക് ഭയങ്കര കാണുമ്പോൾ ഒരു ഇമാജിനേഷൻ തോന്നുന്ന ഒരു ഫിഗേഴ്സാണ് ഞാൻ എല്ലാവരിലും ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മളെപ്പോഴും സ്ത്രീകളെന്ന് പറയുമ്പോൾ പൊതുവെ സാരി ഉടുത്ത് നോക്കും, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പ് നോക്കും, നമ്മൾ പൂ വെച്ച് നോക്കും, നമ്മൾ ഒരുങ്ങി നോക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്വപ്ന ലോകത്തായി പോവും എന്നൊക്കെ ഒരു തോന്നുന്നൊരിതുണ്ടല്ലോ. അത് ഇപ്പം മുടി വെട്ടുന്നതിൻ്റെ ആ ഒരു പൊസിഷന് അതും രസമാണ്. മുടിയിൽ പൂ വയ്ക്കുന്നത്, അപ്പോൾ ആ ഒരു ഫീല് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം കേട്ടോ. കുറച്ച് പൂക്കളായിരുന്നെങ്കിലും വെച്ചിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാനത് വരച്ചത് കയ്യിൽ പൂ വയ്ക്കുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പൂവിൻ്റെ ഹാരം മാത്രമല്ല, കാരണം 2 പാദവും മറയാണ്. നമ്മളെങ്ങനെ വരച്ച് കഴിഞ്ഞാലും കൈയുടെ 2 ഭാഗവും മറയും. ഇവിടെ നിന്നൊരു വരയ്ക്കാൻ പറ്റാഞ്ഞിട്ടാണ് കൈയിനെ കാണിക്കാൻ. അല്ല, അവിടെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ കൈ ഇങ്ങനെ എൽബോ ഇങ്ങനെ വരുന്നൊരു പൊസിഷനിൽ കൈയുടെ പാദം കാണാൻ പറ്റില്ല. എങ്ങനെ വന്നാലും നമുക്ക് കാണാൻ പറ്റാത്തൊരു പൊസിഷൻ്റെ ഒരു, അതായത് ഫിഗർ വന്നുള്ള ഒരു 3D സ്റ്റൈലാണ്. എന്ന് പറഞ്ഞാൽ 1/4 ഭാഗവും ഫ്രണ്ട് വ്യൂ ആണ്, എന്നാൽ 1/4 ഭാഗം സൈഡ് വ്യൂ ആണ്. അപ്പം ഫ്രണ്ട് വ്യൂയും ഇരിക്കുന്ന ഒരാളുടെ ബാക്ക് നമുക്ക് കാണാൻ പറ്റുമോ? ഞാൻ ഫ്രണ്ട് വ്യൂയിലാണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ കൈ ബാക്കിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ബാക്ക് വ്യൂ ഒട്ടും കാണാൻ പറ്റില്ല. അതേസമയം ഫുൾ സൈഡ് വ്യൂ ആയിരുന്നു, ഹാഫ് അബോവ് സൈഡ് വ്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് കൈയുടെ സൈഡ് പൊസിഷൻ കാണാമായിരുന്നു, അല്ലെ വിരലെങ്കിലും കാണാൻ പറ്റുമായിരുന്നു. ഇതൊരു മൊത്തം ഒരു 1/4 ഭാഗവും ഫ്രണ്ട് പൊസിഷൻ, അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ഫിഗർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് കാണാവുന്ന ഇവിടെ ജസ്റ്റ് ഒരു പൂമാലയുടെ കുറച്ചിങ്ങോട്ട് കാണിക്കുക. അത് ഞാനൊന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ, കാണിച്ചു തരാം. ഈ കൈയുടെ പാദത്തെ മുകളിൽ പൊക്കിയിട്ട് ഇതിലോട്ടും കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ വെക്കുന്നതായിട്ട് എന്തെങ്കിലും കാണിക്കാം. അങ്ങനെ കാണിച്ചാലും നല്ല രസം. കാലൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, അത് രസമുണ്ട്. ഈ ഒരു വ്യൂ നമ്മളെല്ലാം ഞാൻ ഇപ്പോൾ ഇട്ട് ഈ ഫിഗേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. മുകളിൽ ഇത്രയും ഗ്യാപ്പ്, താഴെ ഇത്രയും ഗ്യാപ്പ്, ഇതാണ് നമ്മുടെ ഫിഗറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേജിൻ്റെ ടോട്ടലി വെർട്ടിക്കലായിട്ട് വയ്ക്കുമ്പോൾ അങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ്. നമുക്കിതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ ഇല്ല, ഒരുപാട് കളറിങ്ങിന് ടൈം എടുക്കത്തില്ല. പക്ഷെ നമുക്കിതിനകത്ത് ഓരോ പ്ലീറ്റുകളും, ഓരോ ഡ്രസ്സിൻ്റെ ഓരോ പാർട്ടുകളും, ഓരോ ബോഡിയുടെ ഓരോ അനാട്ടമി സ്ട്രക്ചറും, കൈയായാലും കാലായാലും നല്ല ഡോട്ടിലൂടെ സ്മഡ്ജ് ചെയ്ത് ഷെയ്ഡിങ് പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി നോറയുടെ എവിടെയാണ് ഉള്ളത്, വേറെ ഷിജിനയുടേത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഷിജിന. ഷിജിനയുടേത് ഞാൻ രാജശ്രീ മാം എനിക്ക് അയച്ചു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ ഗ്രൂപ്പിൽ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അതിന് ശേഷം എനിക്ക് അയച്ചു തരും. എൻ്റെ മെമ്മറിയിൽ വെറുതെ തെറ്റിയതാണോ എന്നൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിച്ചത്.
ഷിജിന ഞാനത് ഗ്രൂപ്പിൽ ആ പോസ്റ്റ് ചെയ്തു. രണ്ടെണ്ണം അയച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം പൊട്ട് ഓടുന്നതും ആ ഒരു അതെ 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 മറ്റേ ഫോട്ടോ. ഷിജിന ഞാനിപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഫിഗറിലുള്ള തീമിനെ നമ്മൾ മാറ്റണേ, പൊസിഷൻ അതുപോലെ എടുക്കുകയാണ് കേട്ടോ. തീമിനെ മാറ്റണമെന്ന് വെച്ചാൽ അതിനകത്ത് കയ്യിലൊരു മറ്റേ നമ്മുടെ എന്താണ് മൃദംഗം പോലത്തെ സാധനം ഉള്ളതും കൂടെ എന്തുവാണ് അത് ചെയ്യാൻ കഴിയുന്നില്ല, അതാ പ്രശ്നം. ആ അത് മാറ്റിയിട്ട് നമുക്കിത് നേരത്തെ നോക്കാൻ പറ്റുന്നതുകൊണ്ട് ഐഡിയാസ് ഒന്നും കിട്ടില്ല, നോക്കട്ടെ. ഞാനും ഒരു ഫിഗർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെയിട്ട് സ്കെച്ച് ഇടാനുള്ള സമയം കിട്ടില്ല, ഭയങ്കര തിരക്ക് കേട്ടോ. ഇപ്പോൾ ഈ മാർച്ച് ഇത് നല്ല ഭംഗിയുണ്ട് മാം, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ഷിജിനായിട്ട് സെലക്ട് ചെയ്തതിന് കിട്ടുന്നതാ. Teacher, I have to go out, so can I leave? ഓക്കെ മോളെ, റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഹലോ നോറ. എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? നോറയുടേത് ഡ്രോയിങ് നല്ല ആശയമാണ്. ഒരു മിനിറ്റ് ഷിജിന മാം വെയിറ്റ്, നോറയ്ക്ക് ക്ലാസ് ഉള്ളത്. നോറയുടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വിടാവേ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമല്ലോ അനു. ഓക്കെ മോളെ, ഇതിനകത്ത് മോള് വരച്ചിരിക്കുന്ന ആ ഒരു തീം ഭയങ്കര രസമാണ്. ഇനി അതിൽ ഹാൻഡ് അത് ടീച്ചർ ഒരു ഡ്രോയിങ് ഇട്ട് തരും, അതുപോലെ ഒന്ന് സ്റ്റഡി ചെയ്യണം. ടീച്ചർ ലാസ്റ്റ് ഇട്ടത് കൊണ്ട് ക്ലാസ് തുടങ്ങിയിട്ടാണ് ഇട്ടുള്ളതുകൊണ്ടാണ് സ്കെച്ച് തയ്യാറാക്കാതിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് നേരത്തെ ഇട്ടത് കൊണ്ട് ഞാനൊരു റഫ് സ്കെച്ചിനകത്ത് തയ്യാറാക്കിയിരുന്നു കേട്ടോ നോറ. അതുകൊണ്ടാണ് ഞാൻ നോറ അത് നോക്കി. നമ്മളിപ്പോൾ ഫേസ് ഇതെവിടെ വരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നെക്കാണ് കാണാമല്ലോ നോറ. ഇനി മോളുടെ കൈ വന്നിട്ടുണ്ട്. ടീച്ചർ ആ കൈ ആ പൊസിഷനിൽ തന്നെ കൊടുക്കുകയാണ്. അത് ഇങ്ങനെ കൈ വന്നിട്ടുണ്ട്. അടുത്തത് ഇവിടെ നിന്ന് കൈ ഇത്രയും നീളം വേണം. മോളുടെ നീളം നോക്കിക്കഴിഞ്ഞാൽ വളരെ ഷോർട്ടാണ് അല്ലേ? ഉണ്ട്, ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് നീളം വേണം. പിന്നെ നമ്മളെപ്പോഴും ടീച്ചർ പറഞ്ഞ പോലെ ചെസ്റ്റ് ഇങ്ങനെ 2 വലിയ പൊസിഷനാണ് ആദ്യം കൊടുക്കുന്നത്, പെൻസിൽ കൊണ്ട് റൗണ്ട്. പിന്നെ നമുക്ക് സാരിയൊക്കെ ആക്കാം, അത് സെക്കൻഡ് ഒപ്പീനിയൻ. പക്ഷേ ഷേപ്പ് നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 2 വലിയ ചെസ്റ്റ് കാണിക്കണം കണ്ടോ. അപ്പോൾ ടീച്ചർ ചെസ്റ്റ് കാണിച്ച് ദേ ഇവിടെ നിന്ന് പൊസിഷൻ വന്ന് ദേ ഇതിൽ നിന്ന് അവിടെ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഈ കാല് കുറച്ച് ഉയർത്തി വരയ്ക്കുകയാണ്. സാരി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് പൊസിഷനിൽ നമുക്ക് കുറച്ചൊന്ന് ചേഞ്ച്, എന്നാലും കാലിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും നമുക്കിങ്ങനെ കാണത്തക്ക വിധത്തിൽ വരയ്ക്കാം. ടീച്ചർ അത് നോക്കിയിട്ട് അല്ലെങ്കിൽ സാരി മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഈ ചെസ്റ്റിൻ്റെ നമ്മളിപ്പോൾ സാരി വരച്ചാലും ഫുള്ള് കവർ ചെയ്യണ്ട, ഇത്രയും ഇങ്ങനെ മതി കേട്ടോ. ഫുള്ള് നമുക്ക് ആ ചെസ്റ്റ് വെച്ച് കവർ ചെയ്യണ്ട സാരിയുടെ കേട്ടോ. ഈ കയ്യിൽ എന്താണ്, കയ്യിൽ എന്തെങ്കിലും പിടിച്ചിരിക്കുന്നതാണോ നമ്മൾ വരച്ചിരിക്കുന്നത്? എന്തെങ്കിലും വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചോ? ഇല്ല, ഡാൻസിങ്ങിൻ്റെ വരത്തില്ല, ഇരിക്കുന്ന ഫിഗറല്ലേ. അപ്പം ഡാൻസ് കൈയുടെ ടീച്ചർ ഒന്ന് നോക്കട്ടെ കേട്ടോ. പിന്നെ തലമുടിയൊക്കെ ഈ ഒരു സ്റ്റൈൽ മതി കേട്ടോ. അങ്ങനെ ഒന്ന് കെട്ടി വെച്ചിരിക്കുന്നതും ഒരു നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ആ രാജകുമാരിയുടെ പ്രൗഡൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ച് ഓർണമെൻറ്റ്സും ഒക്കെ കാണിക്കാം കേട്ടോ. അതൊക്കെ രസമുണ്ട്. ഈ ഒരു കൈ ടീച്ചറൊന്ന് നോക്കട്ടെ എന്തെങ്കിലും വയ്ക്കാനായിട്ട് കേട്ടോ. ഡ്രസ്സിങ് ഈ ഒരു സ്റ്റൈൽ മതിയേ മോളെ. കണ്ടോ ഇതിൽ കണ്ടോ, ഇപ്പം ബോഡിയുടെ കുറച്ചുകൂടെ ഷേപ്സ് ഒക്കെ വന്നത് കണ്ടോ. തല ഇതിനകത്ത് ഒരുപാട് വലുതാവുകയും കൈ വളരെ ചെറുതാവുകയും ചെയ്തു. അത് ടീച്ചർ ഈ സ്കെച്ച് ഇട്ട് തരാം, കൈയും കൂടെ വരച്ചിട്ട് അത് ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ. അപ്പോഴും പൊസിഷൻ ഇതേ പൊസിഷൻ ആയിരിക്കും കേട്ടോ ഫിഗറിൻ്റെ. എന്നിട്ട് ഡ്രോയിങ് കറക്റ്റ് ചെയ്ത് ടീച്ചറിന് ഇട്ട് ചെയ്യണം. എന്നിട്ട് വേണം ക്യാൻവാസിലോട്ട് കോപ്പി ചെയ്യാനായിട്ട് കേട്ടോ. ഡ്രോയിങ് ടീച്ചർ കറക്റ്റ് ചെയ്ത് തരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ടീച്ചർ തന്നെ കറക്റ്റ് ചെയ്ത് മോളുടെ പൊസിഷൻ അനുസരിച്ച് തരും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താലും മതി കേട്ടോ. ട്രേസ് ചെയ്യാൻ നേരത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ഒരു ആശയം ഓക്കെ നമ്മൾ ലീവ് ചെയ്തല്ലോ, ടീച്ചർ ഇട്ടേക്കാം കേട്ടോ ഫോട്ടോസ്. ഇനി അടുത്ത് ഞാൻ ഷിജിനയുടേതാണ്. ഷിജിന ജസ്റ്റ് നമുക്ക് ഇതിൽ ഞാനൊന്നിങ്ങനെ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയാസ്, അത് ഒരാളെ നമ്മൾ കോപ്പി അടിക്കുന്നത് ആരും അറിയരുത്, തിരിച്ചറിയരുത്.
എന്നോടാ ചെയ്തിട്ടില്ല. ഹലോ ഇത് ആ ഇതുപോലെ ഇവിടെ ഈ ലൈൻ ഇങ്ങനെ ഇവിടെ യെല്ലോ ബേസ് വെച്ചിട്ട് റെഡ് കളർ മുകളിൽ കൊടുക്കും. അതേപോലെ ഇവിടെ യെല്ലോ ബേസ് ആരാ സംസാരിക്കുന്നത്? ഇതിലാണോ? ഞാനാ സംസാരിച്ചത് മിസ്റ്റർ ഷിജിന. ഇതൊക്കെ സാധാരണ അല്ല, വേറെ റെക്കോർഡ് കേൾക്കുന്നില്ലേ? ഈ സെന്റർ ഒക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ് കളർ കൊടുക്കാം. അതേപോലെ ഇവിടെ വേറെ ആരുടെയെങ്കിലും മൈക്ക് ഓൺ ആണോ? ആ, ഇപ്പോൾ ഓക്കെ. ശരി. വേറെ ഏതോ ക്ലാസ് കണ്ടുകൊണ്ടാണ് 2 ക്ലാസ്സുകളൊക്കെ ഒന്നിച്ച് കാണുന്നുണ്ട് നമ്മൾ. നമുക്കൊരു ഇങ്ങനെ ഒരു പൂക്കുട്ടയിൽ പൂ കെട്ടുന്നതായിട്ട് വരച്ചാലോ? ആ ഞാനാ കുടം വരയ്ക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിൽ കെട്ടുന്നില്ല. കുടം നമ്മളിപ്പോൾ ഈ ഒരു ആശയം എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം വേറെ ആർക്കും അറിഞ്ഞൂടെങ്കിലും ആ ആർട്ടിസ്റ്റിനെ അറിയാൻ പറ്റും, ആ ഫിഗറിൻ്റെ. മനസ്സിലായോ? അപ്പം അത് ഷിജിനിയുടെ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇപ്പം അധികം ഫേമസ് ആയിട്ടുള്ള ഫിഗർ അല്ല, ഫീച്ചറാണ്. പക്ഷേ നമ്മൾ വരച്ച് ഇടുമ്പം നമ്മുടെ സൃഷ്ടി എന്ന് പറഞ്ഞ പേര് ക്രിയേറ്റീവ് പെയിൻറ്റിങ്സിനാണ് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ഇപ്പം ഒരു കൃഷ്ണനെ വരച്ച് രാധയെ വരച്ച് ആരുടെയും കോപ്പി ചെയ്താൽ ആരും വന്ന് എൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ അവകാശം പറയത്തില്ല. പക്ഷെ ഒരു ആശയത്തെ എടുക്കുമ്പം ഒരാളുടേത് എടുക്കുമ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെന്ന് 100% പറയാൻ പറ്റൂല. അതിനകത്തൊരു കുറ്റബോധം ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ ഫിഗർ നമുക്ക് എടുക്കാം. പക്ഷേ അതിൻ്റെ ആശയം പൂർണ്ണമായിട്ട് നമ്മുടേതാവണം. അപ്പം നമുക്ക് ഇതിനകത്ത് പൂക്കുട്ട ആരും ചെയ്യാത്തതാണ് കേട്ടോ. പൂവെടുക്കുന്നതിലും കുറച്ചുകൂടെ നമുക്ക് ഹാരമൊക്കെ ചെയ്ത് വരുമ്പോഴേ രസമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ കുട്ട തന്നെ വേണമെന്നില്ല, പൂവിങ്ങനെ മെടഞ്ഞിങ്ങനെ കിടക്കത്തക്ക വിധത്തിലോ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിലിവിടെ തലയിലൊക്കെ ഒരു കുറച്ച് പൂക്കളൊക്കെ വെച്ച് ചെയ്യുന്ന തരത്തിലേ ചെയ്യാൻ വേണമെങ്കിൽ ചെവിയിലെടുത്തൊരു വലിയ പൂ കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്കത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഭംഗി ആ ഒരു രീതിയിൽ തന്നെ ആക്കാം. ബ്ലൗസ് ആയാലും മതി, സാരി ആ ഒരു വേഷത്തിൽ തന്നെ. അപ്പം ഇത്രയും ഏതാ ഇടയിട ഇതെല്ലാം ഞാൻ ഒന്ന് ഇടാം. എന്നാലും കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. നോറയുടെ എനിക്ക് കയ്യിലൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ചൊന്ന് ആലോചിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടും. അപ്പം നമ്മൾ ഇത്രയും പേരുണ്ട്. പ്രഭ കയറിയില്ലെന്നുണ്ട്. പ്രഭ കയറിയോ? ഇല്ല. വേറെ ആരെങ്കിലും ഉള്ളത്? രാജശ്രീ മേമായി ഏകദേശം പേരായില്ലേ? ഏകദേശം പേരായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ആയെന്ന് തോന്നുന്നു. ഒരു 5-6 പേരാണുള്ളത്. നമുക്കൊരു എൻ്റെ മനസ്സിലൊരു സ്വപ്നം എന്ന് പറയുന്നത് 6 പേരോ 7 പേരോ ഉണ്ടെങ്കിൽ 7 പേരുടെ 7 വെറൈറ്റി പെയിൻറ്റിങ്സ് നമ്മളൊരു എക്സിബിഷൻസിന് എപ്പോഴും ഒത്തുചേരുകയാണെങ്കിൽ എന്തായാലും ചേരണമെന്നില്ല. ആ ചേരുമ്പം നമ്മുടെ കയ്യിൽ നമ്മുടേതായിട്ടുള്ള 2 പെയിൻറ്റിങ്സ് എങ്കിലും ഒരാളുടെ 2 പെയിൻറ്റിങ്സ് ആയപ്പോൾ നമുക്കൊരു 15 പെയിൻറ്റിങ് ആയി. മനസ്സിലായോ? ബാക്കി എന്തോ വെച്ചോട്ട്. പക്ഷെ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു 15 അല്ലെങ്കിൽ നമുക്കൊരു 5 ഇതിനകത്തൊരു ക്ലാസ് കഴിയുമ്പോൾ നാച്ചുറൽ കളേഴ്സ് ഉൾപ്പെടെ ഒരാൾ 3 പെയിൻറ്റിങ്സ് വെച്ച് ചെയ്തതായി പോലും നമുക്ക് 20 പെയിൻറ്റിങ് ആയി. ചെറിയ ചെറിയ സ്റ്റാൻഡേർഡ് ആർട്ട് ഗാലറികളിൽ ഒരു 20 പെയിൻറ്റിങ് വെച്ചാലും നമുക്ക് നല്ലതാണ്. ഏറ്റവും വെറൈറ്റി ആയിട്ട് മ്യൂറലിൻ്റെ പുതിയൊരു ശൈലി എന്ന് പറഞ്ഞ് നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതിപ്പോൾ എല്ലാവരും വരണമെന്നൊന്നുമില്ല. ചിത്രം അയച്ചു തന്നാലും മതി, കൊറിയർ ചെയ്താലും മതി. ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നമുക്ക് ബ്രോഷർ ഇറക്കിയിട്ട് എക്സിബിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ബാക്കി പബ്ലിസിറ്റിയും ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം എത്താൻ പറ്റുന്നത്. എറണാകുളമാണ് പ്ലാൻ ചെയ്യുന്നത്.
എത്താൻ പറ്റണമെന്നില്ല. എത്താൻ പറ്റുന്നവർക്ക് ഇപ്പോൾ കേരളത്തിനകത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എനിക്ക് രാജശ്രീ മാം മാത്രമാണ് ഇപ്പം പുറത്ത് സെറ്റിലായിരിക്കുന്നതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഇവിടെ ഉള്ളവരാണെന്ന് തോന്നുന്നു. സുനിത മാം എറണാകുളം കേട്ട ചിലപ്പോൾ ബോധം കേട്. ഇപ്പം കുറച്ച് ഫ്രീ ആയതുകൊണ്ട് അല്ലേ സുനിത മാം? അതെ അതെ. ഇപ്പം മുമ്പാണെങ്കിൽ വീണ്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്റ്റേജ് ആയിരുന്നു. ഓക്കെ മാം, ഇതെല്ലാം വെച്ചതെല്ലാം ഈ ഗ്രൂപ്പിൽ തന്നെ ഇടുമല്ലോ അല്ലേ? എല്ലാം ഗ്രൂപ്പിൽ തന്നെ ഇടും. അപ്പം നമുക്ക് ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ വരയ്ക്കുന്നതല്ല മറ്റൊരാളുടെ സ്കെച്ച് കൂടെ നമുക്ക് കിട്ടുകയാണ്. മനസ്സിലായോ? കറക്റ്റ് ചെയ്ത സ്കെച്ച് കൂടെയാണ്. അപ്പം നമുക്ക് അതിന് ഇപ്പം രാജശ്രീ മാം ചെയ്തത് വേറൊരാൾ ഇപ്പോൾ സുനിത മാം ചെയ്യുകയാണ്. ആ പിക്ചർ ഇഷ്ടപ്പെട്ട നല്ല രസമുണ്ടെന്ന് ചെയ്യുമ്പം നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലായോ? ആ ചിത്രത്തിൽ നമ്മുടേതായിട്ടുള്ള നിറങ്ങളിലെ മാറ്റങ്ങൾ നമ്മളിപ്പോൾ ഇതിനകത്ത് പലർക്ക് പല നിറങ്ങളാണ് വാഷ് ചെയ്യുന്നത്, കളറിങ് ചെയ്യുന്നത്, പല ടെക്സ്റ്റേഴ്സ് ഓഫ് ടോൺ. അതെങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കളറുകളുടെ സ്മഡ്ജിങ്ങുകളും ഒക്കെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കളറായിരിക്കും നിങ്ങളിപ്പോൾ ഞാൻ പച്ചയാണ് ചെയ്യണമെങ്കിൽ ഞാൻ പച്ച വെച്ച് ചെയ്യും. നിങ്ങളുടെ അടുത്ത് ബ്ലൂ എടുക്കുന്നൊരു ബ്ലൂ എടുക്കും, യെല്ലോ എടുക്കുന്നൊരു യെല്ലോ എടുക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ഷെയ്ഡ്സുകൾ ഇടുന്നത്. ഓരോരുത്തരും കളറിനനുസരിച്ച് കോമ്പിനേഷൻസ് മാത്രമേ മാറ്റും. ചെയ്യുന്ന ടെക്നിക്ക് ബേസിക്കലി ഒരുപോലെയാണ്. ഡോട്ട്സ് ഒന്ന് കറക്റ്റായി പറഞ്ഞു തരണേ മാം, അത് ഒരിക്കലും ശരിയാവില്ല. അത് നമ്മളത് കണ്ടിന്യൂസ് പ്രാക്ടീസസ് ആണ് ഡോട്ട്. നമ്മൾ പിന്നെ ഈ ഓർണമെന്റ്സ് ഇങ്ങനെ തിക്കി തിരക്കി ഇടുമ്പോൾ അതിനകത്ത് നമുക്ക് ഡോട്ട് എന്ന് പറയാൻ ഇടാൻ പറ്റുന്ന ആകെ മുഖമാണ്. മുഖം നല്ലപോലെ ഡോട്ട് ഇടാത്ത ഒരാൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുളമാവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു ഓൺലൈനിൽ എടുത്ത ക്ലാസ്സുകളിലൊന്നും ഡോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതിന് ഇതാണ് കാരണം. നമ്മളതിനകത്ത് ശരീരവും കാലും കൈയും ഒന്നും നീട്ടി കാണിക്കുന്നില്ലല്ലോ. അതെല്ലാം കവേർഡല്ലേ. ആകെ ഉള്ളത് ഈ പാദവും കാൽപാദവും ഒക്കെ അല്ലേ അതിനകത്ത് കാണും. നമ്മൾ ഇതുവരെ വരച്ച ചിത്രങ്ങളെല്ലാം അങ്ങനെയല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് എവിടെയാണ് ഡോട്ട് ഇടാൻ പറ്റുന്നത്? ഡോട്ട് ഇടാൻ പറ്റുന്ന ഭാഗങ്ങളൊന്നും തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡോട്ട് ഇടാൻ പറ്റുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ. ഇതിനകത്ത് ഡോട്ടല്ല, ചെറിയൊരു ഡോട്ട്. ഇതുപോലത്തെ ഡോട്ട്. ഈ ഡോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗവും ഇത് ഈ ഒരു ഭാഗം. ഇതിനകത്ത് ഒരു ഉള്ള ഫീൽ വരുന്നുണ്ട് അല്ലേ? നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഡോട്ട് സ്റ്റൈലാണ് നമ്മൾ ഇടുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫുൾ സ്മഡ്ജിങ് ഡോട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് തിക്കും തിരക്കും ആയിക്കഴിഞ്ഞാൽ നമുക്കത് അതിനൊരു ഭംഗിയോടുകൂടി കൊടുക്കാൻ പറ്റില്ല. ഇതിനെല്ലാം ഇത് വരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഷെയ്ഡ് ഡാർക്ക് ആക്കണം. ഡോട്ട് ഇടുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഇടാൻ പറ്റില്ല, സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റില്ല. ഒരുപാട് ഒബ്ജക്റ്റ് ആകുമ്പോഴേ നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴും അത്രയും ഭംഗിയുണ്ടല്ലോ. ഒരു സിംഗിൾ ഫിഗർ ആകുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് പിക്ചറിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞങ്ങൾ റാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കളേഴ്സും വാങ്ങണ്ടേ? എല്ലാ കളേഴ്സും വേണം വേണം വേണം. നമ്മൾ ചിലപ്പോൾ എല്ലാവരും എല്ലാ പെയിൻറ്റിങ്സ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഇതേ കോമ്പിനേഷൻസ് വേറെ ആർക്കെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവും. അപ്പം നമ്മളൂടെ ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ റെക്കോർഡ് ക്ലാസ്സസ് കൂടെ ഞാൻ തരും. വേറെ ഇത്രയും പിക്ചേഴ്സും കിട്ടും. ഞാൻ നമ്മൾ ഇപ്പോൾ ക്ലാസ്സുകൾ കഴിഞ്ഞ ക്ലാസ്സിലെ റെക്കോർഡ് എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ അത് ഇടാത്ത കഴിഞ്ഞ ദിവസം ക്യാമറ ഫുൾ പ്രശ്നമായിരുന്നല്ലോ. അപ്പം ചാടുന്നതും മറിയുന്നതും തലകുത്തനായിരിക്കുന്നതായിട്ടുള്ള ഒട്ടും ഇതല്ലാത്ത ഒരു പ്രൊപ്പോർഷനലി നമ്മൾ ആ ഒരു ഭാഗം കിട്ടുന്ന ഭാഗത്തിലുള്ള ഞാൻ ഇട്ടേക്കാം. കുറച്ച് ഫിഗറൊക്കെ വരയ്ക്കുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് കുറച്ച് യൂസ്ഫുള്ളാണ്. പക്ഷേ അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുത്ത് ചെയ്യുമ്പം റെക്കോർഡുകൂടെ തരുന്നുണ്ട്. അപ്പം ഒരാളുടെ അല്ലെങ്കിൽ വേറൊരാളുടെ കളർ വേറൊരു രീതിയിൽ നമുക്ക് കളർ ചെയ്യണമെങ്കിൽ കളർ മാറ്റാൻ പറ്റും അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. കുറേ ഡിഫറെൻ്റ് ഐഡിയാസുകൾ കിട്ടും. അല്ല, ഒരു പടമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും ഒറ്റ സിംഗിളായിട്ട് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് വരയ്ക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഓരോരുത്തരുടെയും പടങ്ങൾ. അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഇന്ന് എന്നെ ആരോഗ്യം വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞതാണ് ഓരോരുത്തരുടെ പടങ്ങളുടെ ഭംഗി. പ്രത്യേകിച്ച് പ്രസീത മാമിൻ്റെ രാജശ്രീ മാമിൻ്റെയൊക്കെ ഭയങ്കര ഡ്രോയിങ്സുകൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ അവരെനിക്ക് കൊണ്ട് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തവരായതുകൊണ്ടാണ്. ആശിഷയുടെ നല്ല രസമുള്ള ക്രിയേറ്റ്. ആശിഷയുടെയും കൈയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ഭാഗങ്ങളിലൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു. അതായത് സുനിത മാമിൻ്റെ നോക്കി വരച്ചത് വരെയുള്ള ഭാഗങ്ങൾ ഓക്കെയാണ് കേട്ടോ മാം. പിന്നെ അടുത്ത് ക്രിയേറ്റീവ് വന്നപ്പോൾ അവിടെ പോയി താഴെ. അത് പിന്നെ സ്വന്തമായിട്ട് വരയ്ക്കാൻ ആലോചിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് ആശയം കിട്ടിയില്ല.
അതാണ്. അപ്പൊ ഞാൻ ഒരല്ല് നെല്ലിടിക്കലാക്കി. ആ കൈ അങ്ങനെ വരണല്ലോ. കൈയുടെ ആ ചെസ്റ്റ് പൊസിഷനും വളവും ഒക്കെ ഓക്കെയാണ്, നോക്കുന്നതും ഒക്കെ ഓക്കെയാണ്. പിന്നെ ആ കാലിൻ്റെ അവിടെ കൊണ്ടാണ് കുളമാക്കിയത്. അത് ആ പിക്ചറിൽ ഇല്ലായിരുന്നു. പിക്ചറിൽ കാലില്ല, ഒരു കാലേ ഉള്ളൂ. ഓക്കെ, ഷിജിനോടൊന്ന് ട്രൈ ചെയ്തോളെങ്കിൽ എനിക്കൊന്ന് പ്രൊഫൈലും കൂടെ അല്ലേ നമ്മളതിനകത്ത് റെഗുലറായിട്ട് ക്ലാസ്സിൽ കയറുന്നതിനുള്ളൂ. ഓക്കെ മാം, ഞാൻ ട്രൈ ചെയ്തിട്ട് മാമിന് ഇടാം. അത് നോക്കിയിട്ട് ചെയ്തിട്ട് മാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ദയവായിട്ട് ആരും, അതായത് നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങത്തില്ല. അടുത്ത ആഴ്ച കംപ്ലീറ്റ്ലി നമ്മൾ ഡ്രൈസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ കയറുന്നത്. കളറിങ്ങാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാനും ഒരു പിക്ചർ ഞാനും ചെയ്യുന്നുണ്ട്. ആ പിക്ചറിൽ 1 or 2 പിക്ചർ ചേർന്നിരിക്കുന്ന ഫിഗേഴ്സുകൾ ചെയ്യാം. അപ്പോൾ ഏകദേശം കളറിങ്ങുകൾ അതിനകത്ത് വരും. 2 or 3 ഫിഗേഴ്സ് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഫിഗറാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു വലിയ ക്യാൻവാസ് A2 സൈസിലെ ക്യാൻവാസ്, A2 സൈസ് എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ മാം? ഏതാ മാം ഇപ്പൊ 3 പിക്ചർ വെച്ചിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കളറിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. ഇത് മാം A2 സൈസ്, ഞാൻ ഇതിപ്പോൾ വേറെ ക്യാൻവാസ് എന്ന് പറയുന്നത് സ്ട്രക്ചർഡ് ക്യാൻവാസ് ആണ്. ഇതാണ് നമ്മുടെ സൈസ് വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ ഇതുവരെ വരുന്നുണ്ട്. അപ്പം ഫിഗറിൻ്റെ കൈയൊക്കെ അത്യാവശ്യം വലിപ്പത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഇതാണ് ക്യാൻവാസ്. ഈ ക്യാൻവാസിൽ അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ അക്രിലിക് പെയിൻ്റാണ്. അക്രിലിക് പെയിൻറ്റിങ്ങിന് ഞാൻ ബേസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരുന്ന വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഒരു കോളംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് മെഷർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു പിക്ചർ എടുത്തത്. ഇത് നോക്കി ജസ്റ്റ് ബ്രഷ് സ്ട്രോക്സ് മാത്രം, ഇത് വെള്ളം തൊടാതെ ഞാൻ ബ്രഷ് സ്ട്രോക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു കോളം കാണാൻ പറ്റില്ലേ? ഈ ഒരു പോസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വെള്ളം ഒട്ടും തൊട്ടില്ലെങ്കിലും ക്യാൻവാസിലോട്ട് കളർ ഒബ്സോർവ് ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രിറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ പുറത്താണ് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഇതുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം ചെയ്യുന്ന ക്യാൻവാസിൽ ഈ പോസ് ഫുൾ അങ്ങ് അടയ്ക്കുകയാണ്. നമുക്ക് ഡോട്ട് ഇടുമ്പോൾ ഞാൻ മുമ്പത്തെ പിക്ചേഴ്സുകളിൽ ഇപ്പം KVDC പഠിപ്പിക്കുമ്പോഴോ ക്യാൻവാസ് മ്യൂറൽ പഠിപ്പിക്കുമ്പോഴോ ഈ പോസ് അടയ്ക്കാൻ പറ്റില്ല, അടയ്ക്കാൻ പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഇത് ഫ്ലാറ്റ് ആവുകയാണ്. ഫ്ലാറ്റ് ആയിക്കഴിഞ്ഞാൽ കളർ പെട്ടെന്ന് ഒബ്സോർവ് ചെയ്യും. നമ്മുടെ പ്രത്യേകത പെട്ടെന്ന് ഒബ്സോർവ് ചെയ്യും. അത് പിന്നെ നമുക്ക് മായ്ക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു കളർ വച്ചു, തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മായ്ക്കാനായിട്ട് പറ്റില്ല. ഇതിനകത്തൊരു പോസ് ഉള്ളത് കൊണ്ട് തന്നെ ഒബ്സർവിങ് കുറവാണ്, പിന്നെ ഒരു ഗ്രിപ്പുണ്ട്. അപ്പോൾ ഡോട്ട് ഇടുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് ശരിയാവാൻ എളുപ്പമാണ്. മറ്റേതിനകത്ത് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡാർക്കായിട്ടാണ് കളർ വയ്ക്കണമെങ്കിൽ ആ കളർ അതുപോലെ ഒബ്സർവ് ചെയ്ത് കഴിയും. പിന്നെ നമുക്കതിനെ മാറ്റി വെള്ളം വെച്ചൊന്ന് ലെവൽ ചെയ്തിട്ട് അടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നാച്ചുറൽ കളറിലായാലും ക്യാൻവാസിൻ്റെ ആയാലും പ്രത്യേകത. പക്ഷേ ചെയ്യാൻ നല്ല സ്മൂത്താണ്. ബ്രഷ് പെട്ടെന്നോട് ഇതുപോലെ റഫായിട്ട് കളർ പിടിക്കാതെ നമുക്ക് കളർ വയ്ക്കാനായിട്ട് പാടില്ല. പക്ഷെ നമുക്ക് നല്ല ഇതായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇനി ചെയ്യുമ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ഉള്ള ഫിഗേഴ്സുകളൊന്നും തന്നെ നിങ്ങളുടെ അടുത്ത് ആദ്യം ചെയ്യരുതെന്ന് പറഞ്ഞു. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ലാത്ത, വളരെ കാണാൻ ഭംഗിയുള്ള ഒരു ഫിഗറിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ക്യാൻവാസ് ചെയ്യാനും പെയിൻറ്റ് ചെയ്യാനും പഠിക്കുകയാണ് കേട്ടോ എന്നതാണ്, അല്ലാതെ അതിൻ്റെ പ്രത്യേകത. ബാക്കി നമുക്ക് ഒരു സ്റ്റൈല് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ക്യാൻവാസിനകത്ത് ചെയ്യുന്നത് ഡിസ്റ്റംബർ എന്നാണ് നമ്മൾ മുമ്പ് ഉപയോഗിക്കുന്നത്. ഡിസ്റ്റംബർ എന്ന് പറയുന്നത് ഈ എമർഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നീറ്റ് കക്കയിൽ നിന്ന് എടുക്കുന്ന കക്കയാണ് കേട്ടോ. ഒറിജിനൽ കുമ്മായമാണ്. കുമ്മായത്തെയാണ് പല രീതിയിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഡിസ്റ്റംബറായിട്ട് ആദ്യം മാറി അതിനകത്തുള്ള അളവ് ഒഴിച്ച് ഇപ്പം എമർഷനായിട്ട് മാറ്റിയിട്ടുള്ളത്. ഇത് രണ്ടും നീറ്റ് കക്കയിൽ നിന്ന് എടുക്കുന്ന സാധനമാണ്. അത് നമ്മൾ ചുമരുകളിൽ പണ്ട് കാലത്ത് എഴുതിയ ടെമ്പറ രീതിയുടെ ഒരു ബേസ് കോട്ടാണ് കേട്ടോ. ടെമ്പറ രീതിയിൽ ചെയ്തതാണ്. അതിന് ഒബ്സോർവ് ചെയ്യാനായിട്ട് മറ്റേതിനകത്ത് നമ്മൾ നാച്ചുറൽ കളേഴ്സായിട്ട് കരിക്കിൻ്റെ പാലൊക്കെ എടുത്തിട്ടാണ് നമ്മളതിനകത്ത് ചെയ്യുന്നത്, ബേസ് കൊടുക്കുന്നത്. കരിക്കിൻ്റെ വെള്ളമില്ല, കരിക്കിൻ്റെ വെള്ളവും ഒക്കെ എടുത്തിട്ട് ചുണ്ണാമ്പ് വെള്ളം കറക്റ്റ് കറക്കുകയാണ്, നീറ്റ് കക്കയാണ്. ചുണ്ണാമ്പ് വെള്ളം വാങ്ങാൻ കിട്ടും. ചോക്ക് പൊടിയില്ലേ, ചോക്ക് പൊടി ഡയറക്റ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ നാച്ചുറൽ കളേഴ്സ് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മളിവിടെ ചെയ്യുന്നത് എമോഷൻ അല്ലെങ്കിൽ ടെക്സ്ചർ വൈറ്റ്. ടെക്സ്ചർ വൈറ്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള എന്താണ് ഈ കക്കയ്ക്ക് അകത്തും ഒരു ഒട്ടുന്നൊരു സാധനമുണ്ട്. അതൊക്കെ അങ്ങ് മാറ്റി പ്യൂർലി അതിൻ്റെ ഏറ്റവും നല്ല കണ്ടൻറ്റ് മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഒരു
സ്മൂത്ത് എഫക്റ്റ് വരാനാണ് കേട്ടോ. നമ്മുടെ ഇതിനകത്ത് ഒട്ടും തന്നെ ഒരു സ്ക്രാച്ച് ഇല്ലാതെ ഒരു സ്മൂത്ത് എഫക്റ്റ് ഉണ്ടാക്കണം. ടെക്സ്റ്റർ വെയിറ്റ് ഇപ്പോൾ ഷോപ്പുകളിൽ കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ ഒരുപാട് പുതിയ സാധനങ്ങൾ വന്നിട്ട് ഈ ടെക്സ്റ്റർ വെയിറ്റിന് കോസ്റ്റും കൂടുതലാണ്. വളരെ ചെറിയൊരു സ്പേസേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങുന്ന കുറവായതുകൊണ്ട് പല ഷോപ്പുകളിൽ ഞാൻ ഇപ്പോൾ ടെക്സ്റ്റർ വെയിറ്റ് കിട്ടാൻ പാടാണ്. അപ്പോൾ നിങ്ങൾ വൈറ്റ് എമോഷനാണ് വാങ്ങുന്നത്, 1 ലിറ്ററിൻ്റെ ആയിട്ടാണ് വാങ്ങാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ 1 ലിറ്ററിൻ്റെ എമോഷനാണ് മേടിക്കുന്നത്. എമോഷൻ മേടിച്ചിട്ട് പാലിൻ്റെ തിക്നെസ് അറിയാലോ, ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്നിട്ടണേ. മിസ് വാങ്ങിയതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എമർഷൻ ഇതിപ്പോൾ ഏഷ്യൻ പെയിൻറ്റിൻ്റെ എമർഷനാണ് കേട്ടോ. ഏഷ്യൻ പെയിൻറ്റ് തീർന്നു. ഏഷ്യൻ പെയിൻ്റെ എമർഷൻ കളറാണ് കേട്ടോ. എമർഷൻ്റെ ഞാൻ വേറെ മറ്റേത് നോക്കിയിട്ടില്ല കേട്ടോ, വൈറ്റ്. ഇത് വേറെ കളറാണ്, ബ്ലൂ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ 1 ലിറ്റർ നമുക്ക് പല ക്വാണ്ടിറ്റിയിൽ, അത് പല റേറ്റിൽ വരും. ഏറ്റവും കുറഞ്ഞത് മതി കേട്ടോ, ഏറ്റവും കുറഞ്ഞത് മതി. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഇനി എടുത്തിട്ട് എമർഷൻ ഒരു തവിയിലെടുത്ത് നമ്മളൊരു കപ്പിലെടുക്കുകയാണ്. ഒരു തവി നമ്മൾ എമർഷൻ എടുക്കുകയാണെങ്കിൽ 2 തവി വെള്ളം ഉപയോഗിക്കും. 1 തവി ഇതെടുക്കുകയാണെങ്കിൽ 2 തവി, ഒരു കപ്പിൽ, ഒരു ഗ്ലാസ്സിൽ, നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ, ഡിസ്പോസിബിൾ ഗ്ലാസ്സിൻ്റെ ഹാഫ് ആണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം നമ്മൾ എന്തുപയോഗിക്കും, ഞാനത് വോയിസ് ആയിട്ട് ഇടാം കേട്ടോ, കലക്കും. അത് മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ, ഒരു ഗ്ലാസ്സിനാണെങ്കിൽ 1 ടീസ്പൂണിന് അളവിൽ നമ്മൾ ഫെവിക്കോൾ അതിനകത്ത് ചേർക്കും. അത് നല്ല ഈ ഗ്ലാസ്സിലോട്ട് എടുക്കുന്ന 1 ഗ്ലാസ് ഇരട്ടി അളവിൽ, നമ്മൾ എമർഷൻ എടുക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം ചേർക്കും. അതിൽ 1 ഗ്ലാസ്സിനൊക്കെ ആണെങ്കിൽ 1 സ്പൂൺ നിറച്ച് കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം, ഒരു കപ്പിന് 1/4 ഭാഗം, ഒരു 4/1 ഭാഗം ഫെവിക്കോൾ കേട്ടോ. കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഫെവിക്കോൾ കൂടിയാലും ഇതിൻ്റെ ഒരു ഗ്ലേസിങ് ആയിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ പണ്ടത്തെ നമ്മുടെ ടെക്സ്റ്റർ വെയിറ്റ് കുമ്മായം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ക്യാൻവാസിൽ അടർന്നു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഒന്നും ചേർക്കാതെ ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ എന്തിനാണ് ഫെവിക്കോൾ ചേർക്കണമെന്ന് വെച്ചാൽ തുണിയിൽ ഓൾറെഡി നമ്മൾ ഈ ക്യാൻവാസ് എന്ന് പറയുന്നത് കോറ ക്ലോത്തിനകത്ത് ടെക്സ്റ്റർ വെയിറ്റോ എമർഷനൊക്കെ അടിച്ചൊരു സാധനം, എമർഷനല്ല ഇതുപോലുള്ള കുമ്മായം പോലത്തെ അടിച്ച സാധനമാണ്. അത് ഏത് ക്വാളിറ്റിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ പിക്ചർ അടർന്നു പോവാതിരിക്കാനാണ് നമ്മൾ ഫെവിക്കോളിലൂടെ അതിനകത്ത് ബേസായിട്ട് യൂസ് ചെയ്യണം. അല്ലാതെ ഫെവിക്കോളിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. നമ്മൾ ടെക്സ്റ്റർ വെയിറ്റ് ആയാലും എമർഷൻ ആയാലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫെവിക്കോൾ കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്യാൻവാസിൽ നിന്ന് വിട്ടു പോവാതിരിക്കാനാണ് കേട്ടോ. അപ്പം നമ്മളൊരു 1/4 ഭാഗം വളരെ കുറച്ച് ഫെവിക്കോളിലൂടെ നന്നായിട്ടുണ്ട്, നല്ല മിൽക്കിൻ്റെ ഇരിക്കും. 1 കോട്ട് അടിച്ച് നല്ല പോലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റഫാവണ്ട, ഉണങ്ങിയതിന് ശേഷം വീണ്ടും അടിക്കുക. അങ്ങനെ 3 പ്രാവശ്യം മിനിമം അടിക്കുക. 5 പ്രാവശ്യം ആയാലും കുഴപ്പമില്ല. എത്ര പ്രാവശ്യം നമുക്കിതിനകത്ത് ഒരിക്കലും കട്ടിക്ക് ലെയർ ചെയ്യാറില്ല. കട്ടിക്ക് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അടർന്നു പോവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരേ ലെവൽ കിട്ടത്തുമില്ല. ചിലപ്പം കളറ് പിടിക്കുമ്പോഴൊക്കെ ടോണിന് വ്യത്യാസം ഉണ്ടാകും. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പം, നമ്മളിപ്പം ഈ നാച്ചുറൽ കളേഴ്സ് ചെയ്യുമ്പോൾ ബോർഡ് സെറ്റ് ചെയ്യുന്നത് 35 പ്രാവശ്യമാണ്. നമ്മൾ ഇതെല്ലാം കുമ്മായമാണ്, ഒറിജിനൽ കുമ്മായവും കരിക്കിൻ്റെ വെള്ളവും നീർത്താഴി വേറെ സാധനമൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ടെമ്പററി രീതിയിൽ ചുമര് സെറ്റ് ചെയ്യണത്. അത് നമ്മൾ തുണി വെച്ച് നമ്മൾ തന്നെ കെട്ടിയെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് നാച്ചുറൽ കളർ പഠിപ്പിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പ്രാവശ്യം ചെയ്യുമോ അത്രത്തോളം പ്രാവശ്യം നമുക്ക് ക്യാൻവാസിൻ്റെ ക്വാളിറ്റി ബെസ്റ്റിനാക്കി എടുക്കാൻ പറ്റും. 5 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്കെച്ചസ് വൈകിക്കരുതെന്ന് പറഞ്ഞത്. നിങ്ങളിപ്പം ബുധനാഴ്ച ചെയ്താൽ ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസമെങ്കിലും ഓരോ ദിവസവും ഓരോ കോട്ട്, എന്നിട്ട് ശനിയാഴ്ച ട്രേസിങ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കയറി ഇനിയും സമയമുണ്ടല്ല, ശനിയാഴ്ച എന്നല്ല ക്ലാസ്, അന്ന് കൂടെ തുടങ്ങണം. എനിക്ക് ക്യാമറയിൽ കാണണം ഓരോരുത്തരായിട്ട്. ഞാനിപ്പോൾ ഫോട്ടോ ഇടാൻ പറയും, ആ ബ്ലൂ ലയിപ്പിച്ചത് കാണാൻ പറയും, യെല്ലോ ലയിപ്പിച്ചത് കാണാൻ പറയും. ടീച്ചർ ചെയ്തിട്ടിടാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ചത്തെ ക്ലാസ്സിന് ആ സമയം നിങ്ങൾ മാറ്റി വെച്ച് വിത്ത് മെറ്റീരിയൽസ് ആയിട്ട് ഇരിക്കുക കേട്ടോ. നാളെ മാം അതിന്റെ കറക്റ്റ് ആക്കി തരുമല്ലോ പിക്ചർ? കറക്റ്റ് ഇന്ന് രാത്രി ഇരുന്ന് കറക്റ്റ് ആക്കാം കേട്ടോ. പിക്ചേഴ്സുകൾ കറക്റ്റ് ചെയ്ത് ഓരോരുത്തരുടെയും ഗ്രൂപ്പിൽ ഇപ്പോൾ ഈ ഫോട്ടോസുകൾ ഇടാം. പിന്നെ കൈ, കാല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തേ. ഞാനൊന്ന് സ്റ്റഡി ചെയ്ത് മൈപ്പീരിയുടെ മൈൽഡ് ഇടാം കേട്ടോ.
അത് കൃത്യമായിട്ട് ഇട്ടുതരാം. എനിക്ക് എപ്പോഴും മാമിൻ്റെ ഒരു പിക്ചർ വന്നപ്പോൾ പെട്ടെന്ന് ആശയം കിട്ടിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയേ, നമ്മൾ കുറച്ച് സമയമല്ലേ എടുത്തിട്ട് നോക്കി. ഞാൻ ശരിക്കും വരച്ച് തുടങ്ങി തന്നെ ആദ്യം പ്രസീത മാമിൻ്റെ സ്കെച്ചസ് ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഇവിടെ ഗസ്റ്റ് വന്നു. എൻ്റെ പഴയ സ്റ്റാഫ് വന്ന് ഏകദേശം 8:15 പിന്നെ എനിക്ക് സ്കെച്ച് 6 മണിക്ക് വന്നതാണ്. നമുക്ക് വന്നിരിക്കുന്ന അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ അവർ അമ്പലത്തിൽ പോയിട്ട് കുറേ നേരം വന്നിരുന്നു. അതാണ് പിന്നെ സ്കെച്ച് ഞാൻ അതിനുവേണ്ടി സമയമൊക്കെ മാറ്റി അടുക്കളയിലെ ജോലിയൊക്കെ ഒഴിവാക്കി ഇവിടെ വന്നിരുന്നതാണ് എൻ്റെ റൂമിൽ വരയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ രാത്രി ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ക്യാൻവാസ് നിങ്ങൾ കറക്റ്റായിട്ട് വയ്ക്കുക. ക്യാൻവാസ് ഇതുപോലെ ഫ്രെയിം, ഒരിക്കലും നിങ്ങൾ ക്യാൻവാസ് ബോർഡ് വാങ്ങരുത് കേട്ടോ. നമ്മൾ ഈ ഒറിജിനൽ മ്യൂറൽ ചെയ്യുന്നതിന് ക്യാൻവാസ് ബോർഡ് യൂസ് ചെയ്യാറേ ഇല്ല. കാരണം നമ്മൾ എത്ര കോട്ടാണ് എടുക്കുന്ന വെള്ളമാണ് അത്രയും പോകുന്നത്. ഇതെല്ലാം എവിടെ പിടിക്കും? അടിയിലത്തെ കാർബോർഡിൽ പിടിക്കും. കാർബോർഡിൽ പിടിച്ച് കഴിഞ്ഞാൽ കാർബോർഡ് കുതിർന്നു കഴിഞ്ഞാൽ പൂപ്പലുണ്ടാവും. സ്വാഭാവികമായിട്ട് ക്യാൻവാസ് ഫുള്ളി നശിച്ചു പോകും. പിക്ചേഴ്സ് നമ്മൾ പണ്ട് ചെയ്തിരുന്ന ശിവകുടുംബത്തിൻ്റെയൊക്കെ പല പിക്ചേഴ്സുകൾ എൻ്റെ നിന്ന് ചീത്തയായിപ്പോയി. നമ്മൾ ഈ വെള്ളം ടെക്സ്റ്റേഴ്സ് ചെയ്യും തോറും എന്ത് ചെയ്യണം? അടിയിലത്തെ കാർബോർഡിലോട്ടാണ് വെള്ളം ഇറങ്ങുന്നത്. നമ്മൾ മ്യൂറൽ എന്താണ് നല്ലപോലെ വെള്ളം ചേർക്കില്ലേ? അക്രിലിക് പെയിൻറ്റിങ്ങിനാണ് നമുക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ട് ഇതുപോലത്തെ സ്ട്രെച്ച്ഡ് ബോർഡ് വാങ്ങുക, കണ്ട് ഇതുപോലത്തെ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കാർബോർഡ്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ക്യാൻവാസ് റോളുകളാണ് കേട്ടോ. അത് മതി. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഫ്രെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രെയിം ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ കുറച്ചുകൂടെ ഇതാണ്. നമുക്കിപ്പോൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ക്യാൻവാസുകളുണ്ട്. നമ്മൾ ഫ്രെയിം മാത്രം ഇളക്കി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പോയി ഫ്രെയിം സെറ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് സ്റ്റാപ്ലർ അടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ട്. ഇതുപോലെ സ്ട്രെച്ച്ഡ് ആക്കാൻ പറ്റും കേട്ടോ. ക്യാൻവാസ് ഇതാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് 4 സൈഡിലും കുറച്ചുകൂടെ സ്പേസ് നമുക്ക് വിട്ടിരിക്കുക. സ്ട്രെച്ചിലൊക്കെ നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഞാൻ ആ ക്യാൻവാസ് സെറ്റ് ചെയ്യുന്ന രീതി ഒരിക്കൽ കൂടെ ഒന്ന് ഇടാം. അത് ഒന്ന് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ യെല്ലോ കാർബൺ വെച്ച് ചിത്രം ട്രേസ് ചെയ്യുക. ഇത്രയും ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് കളറിങ്ങിലുണ്ട്. നമ്മൾ ഔട്ട്ലൈനിങ് ഒന്നും വരയ്ക്കുന്നില്ല. ഔട്ട്ലൈൻ വേണമെങ്കിൽ നമ്മൾ മ്യൂറൽ റെഡ് കൊണ്ട് വരയ്ക്കാം. കറക്റ്റ് ചെയ്ത് യെല്ലോ അല്ല യൂസ് ചെയ്യുന്നത്, മ്യൂറൽ റെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഡ്രോയിങ് ആയിരിക്കണം ട്രേസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അത് കറക്റ്റ് ഡ്രോയിങ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ കൈയും കാലും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. ഭയങ്കര നമ്മൾ എല്ലാ പിക്ചറും മ്യൂറലിൻ്റെ എല്ലാ ചിത്രങ്ങളും എടുത്ത് നോക്കി കേട്ടോ. എല്ലാത്തിലും കൈയും കാലും ഒക്കെ വരച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗിയാണ്. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ എൻ്റെ പടത്തിലെ കൈ ശരിയായില്ല, ആരെങ്കിലും പടം നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കുമ്പോൾ അതിനകത്തെല്ലാം എന്തുണ്ട്? കറക്ഷൻസ് ഉണ്ട്. കയ്യിലെ വിരലുകൾ എവിടെ? അതൊന്ന് സൂം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്താ? അത്ര കറക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്റ്റഡി ചെയ്ത് വേണം ഇടാനായിട്ട്. ഞാനതാണ് കുറച്ച് കൈയുടെയൊക്കെ സ്കെച്ചസ് ഇട്ട് തന്നെ. മ്യൂറലിൽ നിന്ന് കിട്ടാൻ പാടാണ്. നമുക്കിപ്പോൾ നല്ല ചിത്രങ്ങൾ വരച്ചാൽ എപ്പോഴും ഡിമാൻഡുണ്ട് കേട്ടോ. പ്രൊഫിക്കൊന്ന് കണ്ണു വയ്യായിരുന്നു, ഞാനൊന്ന് വിളിച്ചു. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഞാനൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഇട്ടേക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? വേറെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പിക്ചേഴ്സിൻ്റെയോ? ഇത് 3 പ്രാവശ്യം കോട്ട് കൊടുത്താൽ മതിയോ? ബുധൻ, വ്യാഴം, വെള്ളി. 3 കോട്ട് കൊടുത്തപ്പോൾ ഒരു ദിവസം തന്നെ 3 കോട്ട് ചെയ്യാം മാം. നമ്മളിപ്പോൾ രാവിലെ ചെയ്ത് 1 മണിക്കൂറത്തെ ഗ്യാപ്പ് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫാനിലോ വെള്ളത്ത് വെച്ചാൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. വെള്ളമല്ലേ, നമ്മൾ ഒരുപാട് കട്ടിക്ക് കള്ളായി കൊടുക്കുന്നുമില്ലല്ലോ. ഇരട്ടിയാണ്. അതുപോലെ മാമിന്റെ കറക്റ്റ് ചെയ്ത പിക്ചർ എന്നിട്ട് പ്രിന്റ് എടുത്തിട്ടാണോ ഇതില് ട്രേസ് ചെയ്യേണ്ടത്? മാം തന്നെത്താനെ വരച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അത് പ്രിന്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതി. A2 അല്ലേ? അപ്പൊ ഞാൻ വരയ്ക്കുന്നത് A3 പേപ്പറിലല്ലേ? അല്ല, എന്തായാലും പ്രിന്റ് എടുത്തേ പറ്റുള്ളൂ മാം. A2 സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും വലുതിൽ വരച്ചാലും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. പിന്നെ വരയ്ക്കാൻ പറ്റുന്നവർക്ക് വരയ്ക്കാം. എനിക്ക് തോന്നുന്നു രാജശ്രീ മാമിനൊക്കെ വരയ്ക്കാമെന്നുള്ളൂ. A2 സൈസ് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടേ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരയ്ക്കുക. അല്ലാത്തവർ പ്രിന്റ് എടുത്താലും മതി. A3 സ്ക്വയർ ഇട്ട് വരയ്ക്കാൻ വേണമെങ്കിൽ മാം അത്രയും വലിയ നമുക്ക് പേപ്പറിലാകുമ്പോൾ എത്ര പ്രാവശ്യം റബ്ബ് ചെയ്താലൊന്നും പ്രശ്നം. നമ്മൾ ട്രേസിങ് മാത്രമല്ലേ ചെയ്യുന്നുണ്ട്. ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ പക്കായിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ A2 പ്രിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ A4 കറക്റ്റ് ചെയ്ത് നന്നായിട്ട് വരച്ചിട്ട് അതിന് A2 മാറ്റിയാൽ മതി. ഓക്കെ. എന്താ പ്രിന്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് മാമിന് അല്ലേ? അവിടെ
ഓക്കെ. അത് കുഴപ്പമില്ല മാം. ചെറുതെടുത്തിട്ട് ഞാനത് സ്ക്വയർ ഇട്ട് വലുതാക്കാം. അത് കുഴപ്പമില്ല. ശരി ശരി, അത് എളുപ്പമാണ്, കുഴപ്പമില്ല, അത് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഫിഗറിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ ആ തല കെട്ടുന്നത് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ഇട്ടേക്കാവേ മാം. ഓക്കെ, മാറ്റിയാലും കുഴപ്പമില്ല മാം. ആ, കൈയുടെ ആ ഒരു പൊസിഷൻ മാത്രം ഒന്ന് മുകളിലോട്ട് ആക്കിയിട്ടേ, അതൊന്ന് ആക്കിയിട്ട് ബാക്കി നല്ല രസമാണ് ആ ഒരു പൊസിഷൻ, അതൊന്നും മാറ്റണ്ട. ആ കാലും ആ കൈയുടെ മുട്ടും ഒക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ ഉണ്ടാവുന്ന ആ മുടിയുടെ ഒരു വേവ്സും ആ ഒരു പൂ കെട്ടുന്നതായിട്ടുള്ളൊരു സാധനമാണ് ഇട്ടേക്കും. അതിനകത്തൊക്കെ നമ്മൾ ചിലപ്പോൾ സെയിം തീമുകൾ വരുന്നെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഫിഗേഴ്സിന് കുറേയേറെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ആഴ്ച നമ്മളിപ്പോൾ ലാസ്റ്റ് സപ്പറിൻ്റെ ക്ലാസ്സുകളുടെ കുറച്ച് ക്ലാസ്സുകൂടെ ഉണ്ട്, ലാസ്റ്റ് സപ്പറിൻ്റെ. അതും പിന്നെ ഏതാ, ഇല്ല കഴിഞ്ഞിട്ടില്ല, ഈ ആഴ്ച മിക്കവാറും കഴിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബുധനാഴ്ച ആറ്റുകാലമ്മയുടെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ക്ലാസ് കൂടെ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ക്ലാസ് ഉണ്ട്, കാരണം നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ സാരി മ്യൂറൽസിൻ്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം ഓൺലൈനിൽ, ഈ വിഷുവും ഒക്കെ ആയിട്ട് വരുന്ന ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതെല്ലാം റെക്കോർഡിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടാണ് ക്ലാസ്സുകൾ നടത്തുന്നത്, അതുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ കളറിങ്ങിന് എല്ലാവരും ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക, കാരണം എങ്കിലും നമുക്ക് കളേഴ്സുകൾ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ഞാൻ പിക്ചറുകൾ റെഡിയാകുമ്പോൾ ഓരോരുത്തരുടെ കളറുകളിലൂടെ പറയാം കേട്ടോ, ഏത് ഫിഗേഴ്സിൻ്റെ കളേഴ്സ് കൂടെ പറയാം. ഓക്കെ, ഓക്കെ, ബൈ ബൈ. താങ്ക് യു മാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ടീച്ചർ. ഓക്കെ, ബൈ.